അനുപമയുടെ വീട്ടിൽ പോയി വല്ല വഴക്കുണ്ടാക്കിയോ വിനയ? എന്തോന്ന് വഴക്ക്? അവര് തന്ന സാധനം തിരിച്ചേൽപ്പിച്ച് 4 വർത്താനം പറഞ്ഞ അതൊക്കെ ഒരു വഴക്കാണോ? ഞാൻ നെറികേട് പറഞ്ഞു എന്നെങ്ങാനും നിന്നെ വിളിച്ച് പറഞ്ഞോടി നിന്റെ ചേച്ചി? എന്നെ ചേച്ചി വിളിച്ചിട്ടൊന്നുമില്ല. വിനയേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതാരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചല്ല, നമ്മളെല്ലാരും സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതേടി, എല്ലാവരും എന്നെ സഹായിക്കാൻ ശ്രമിച്ചപ്പോ നീ എന്നെ ചതിച്ചു. ഞാനോ? ഞാൻ എന്ത് ചെയ്തു വിനയേട്ടാ? നീ ഒന്നും ചെയ്തില്ല. നീ അറിഞ്ഞ കാര്യം മാവനോട് പറയരുതെന്ന് പറഞ്ഞാലടി ഞാൻ. ഞാൻ മാമനോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മാമന് ഈ കാര്യം അറിയുന്നത്? എന്റെ സ്വപ്ന ഈ മൂതാവി കാരണം തകർന്നു പോയത്. ഞാൻ ഇവിടെ വിടില്ല. ഇനി നീ ഈ കൊച്ചിനെ തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടും. നീ എന്താണ് അവളെ തല്ലിയേ? സ്വർണത്തിന് മാറ്റില്ല എന്ന് എന്നെ അറിയിച്ചത് ചീരമാണെന്ന് നീ കരുതിയല്ലേ? എന്ന് വെച്ചാ നിന്റെ കൂടെ ചേർന്ന് ഇവൾ എന്നെ ചതിക്കാൻ കൂട്ടു നിൽക്കാത്തതിനാ നീ ഇവിടെ തല്ലിയതല്ലേ? മാമനിപ്പോ ആരുടെ ചതിലൊന്നും പെട്ടില്ലല്ലോ. ഞാനല്ലേ ആ കടക്കാരന്റെ മുമ്പിൽ നാണം കെട്ടത്. പിന്നെ എന്റെ ഭാര്യയെ ഞാൻ തല്ലും, ചിലപ്പോ കൊല്ലും. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യൂടാ, ചോദ്യം ചെയ്യും. ഞാൻ എന്റെ മകളുടെ സ്വർണം പണയം വെച്ച് നിനക്ക് പണം തരാമെന്ന് പറഞ്ഞത് നിന്നെ വിശ്വസിച്ചല്ല, ഇവളെ വിശ്വസിച്ച. നിന്റെ ഭാര്യ ചീരുവിനെ വിശ്വസിച്ച. ചീരു നെറിയുള്ളവളായതുകൊണ്ടാ സത്യം അറിഞ്ഞ ഉടനെ അവൾ നിന്നെ അറിയിച്ചത്. പക്ഷെ നിന്റെ തീരുമാനം എല്ലാം മറച്ചു വെച്ച് എന്നെ ചതിക്കായിരുന്നില്ലടാ. പക്ഷെ സത്യം എന്നെ അറിയിക്കുന്നതിൽ നിന്ന് നീ ചീരുവിനെ വിലക്കിയപ്പോ ദൈവം അതിനു മുമ്പേ എന്റെ മുമ്പിൽ എല്ലാം തുറന്നിട്ട് തന്നിരുന്നു. അതെങ്ങനെ അറിയണോ നിനക്ക്? കേട്ടടാ. ഞാൻ അത്യാവശ്യമായിട്ട് ബാങ്ക് വരെ ഒന്ന് പോകുമായിരുന്നു. അപ്പോഴാ നമ്മുടെ ഒരു ബന്ധു ഇവിടുന്ന് പോകുന്നത് കണ്ടത്. ഞാൻ അവരെ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവരൊരു ഓട്ടോയിൽ കയറി അങ്ങ് പോയി. ഇപ്പൊ ഇവിടുന്ന് പോയവരാണോ? അതെ. അവരെന്താ ആഭരണം വല്ലതും വാങ്ങാൻ വന്നാണോ? അല്ല, അവരൊരു മാല വിളക്കാൻ കൊണ്ടുവന്നതാ. കയ്യിലുണ്ടായിരുന്ന പഴയ ആഭരണം പുരുക്കി പുതിയതാക്കാൻ പറ്റുമോ നോക്കാൻ വന്നതാണ്. പണ്ടത്തെ മാറ്റു കുറഞ്ഞ ആഭരണങ്ങളാണെന്നേ. തറവാട്ടിൽ നിന്ന് കിട്ടിയാണെന്നാ പറഞ്ഞേ. തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണം മാറ്റു കുറവാണോ? അത് കൊള്ളില്ലെന്നേ, പഴയ സ്വർണ്ണ, മാറ്റു തീരെ ഇല്ല. നിനക്ക് വേണ്ടി പണമെടുക്കാൻ ബാങ്കിലേക്ക് പോകുമായിരുന്നു ഞാൻ. ചീരുവിന്റെ അനിയത്തെ കാണാനിടയായതും അവർ സ്വർണ്ണം ഒരുക്കാൻ കൊണ്ടുവന്ന കടക്കാരൻ എന്റെ പഴയ പരിചയക്കാരനായതും എന്റെ സത്യസന്ധതയ്ക്ക് ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാടാ. നിങ്ങളുടെ ഒരു സത്യസന്ധത. ഒരാൾക്കൊരു വാക്ക് കൊടുത്താൽ ആദ്യം പാലിക്കാൻ പഠിക്കണം മാമ. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ മകനല്ലേ. ഞാൻ നിങ്ങളെ മുക്കുവാണ്ടം തന്ന് മനഃപൂർവ്വം പറ്റിച്ചൊന്നുമല്ലല്ലോ. ദേ, ഇവളുടെ കുടുംബത്തിന്റെ കുണവധികാരം കൊണ്ട് സംഭവിച്ചല്ലേ. വെറും ഒരു 6 മാസം ആ പണം തന്നെ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സ്വർണ്ണം എടുത്ത് തരുമായിരുന്നല്ലോ. അത് നിങ്ങൾ ചെയ്തോ? എന്നിട്ട് ഞാൻ എന്റെ ഭാര്യയെ തല്ലി എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഞാൻ ഇനി ഇവളെ തല്ലും. കാണോ നിങ്ങൾക്ക്? ഇനി എന്നെ വേദനിപ്പിച്ച കൊന്നേക്കണം. ഇനിയും തൊഴിക്കണോ നിങ്ങൾക്ക് എന്നെ? തൊഴിക്കേ, ഈ വയറ്റത്ത് നോക്കി തൊഴിക്കേ. ഒറ്റ തൊഴിക്ക് തീർത്തേക്കണം ഈ വയറ്റ് കിടക്കുന്ന കുഞ്ഞിനെ എന്നെ. മോളെ ചീരു, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഇവരിനി നിന്നെ തൊടില്ല. എന്നെ കൊന്നിട്ട് ഇവരിനി നിന്നെ തൊടും. നീ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോടാ. സ്വാർത്ഥനലധിക നിന്റെ മോൻ. സ്വന്തം കാര്യം നേടാൻ ഇവൻ എന്തും ചെയ്യും. ഇപ്പോഴും ഇവന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ മാം, എന്റെ ഉള്ളിലെ ക്രിമിനലിനെ ഞാൻ ഉറക്കി കിടത്താൻ ശ്രമിക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി അതിനെ കുത്തി അണർത്താൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമായിട്ടൊരു മാമൻ. നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കുമായിരുന്നു.
ഇനി ഇങ്ങനെ ഒരു മാമന്റെ ആവശ്യം ഇവിടെ ഇല്ല. പോയിക്കോണം എത്രയും വേഗം ഇവിടുന്ന്. വിനയ അമ്മയ്ക്കമ്മയുടെ മകനെ വേണമെങ്കിൽ ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. രണ്ടിൽ ഒരാൾ മതി ഇനി ഈ വീട്ടില്.